ഇതിപ്പോൾ ദേ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ അഖണ്ഡനാമ യജ്ഞം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റണോടത്ത്, അതായത് പോകാൻ പറ്റണോടത്തൊക്കെ നമ്മൾ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ദിവസം ഇങ്ങനെ പോകുമ്പോൾ രാത്രികളിലാണ് കൂടുതലും പോവുക. പിന്നെ വെളുപ്പിൽ എണീറ്റുള്ള ഒരു കുളിയും ഒക്കെ ആയിട്ട് എനിക്ക് നീരുവീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ജലദോഷവും അങ്ങനെയൊക്കെ ഇങ്ങടെ ആയിട്ടൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോസ് ഞാൻ അതിന് മുന്നേ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഈ തലയൊക്കെ വേദനിച്ചിരിക്കുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിലിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പിന്നെ എന്ത് ചെയ്യാനും ഒരു മൂഡ് വേണം, അല്ലാതെ ഞാൻ എത്ര അത് ചെയ്താലും എനിക്ക് റെഡി ആവില്ല കേട്ടോ. അപ്പം ഒന്നാമത് വയ്യയും ജലദോഷം അറിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം റെഡിയായി വരുന്നുണ്ട്, ഞാൻ മരുന്നൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഐതട്ടൻ എന്തേ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഐതട്ടൻ കുളിക്കാൻ കയറിയ സമയത്ത് ഞാൻ ഐതണ്ണുള്ള ഫുഡെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ച് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ തന്നെയല്ല, എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ട്. കാരണം ഐതട്ടൻ വന്ന് ഫുഡ് കഴിച്ച് തുടങ്ങി കഴിഞ്ഞാണ് കേട്ടോ എനിക്കും കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദേ സാമിക്ക് വെച്ച് കൊടുക്കാനുള്ള ചെറിയ ഇലയൊക്കെ എടുത്ത് ഇലയൊക്കെ നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ആൾ. എന്നിട്ട് ദേ സാമിക്ക് ഇങ്ങനെ എല്ലാം വെച്ച് കൊടുക്കും കേട്ടോ. പല സ്ഥലത്തും പല രീതികളാണ് കേട്ടോ. നമ്മുടെ രീതിയിൽ ഉള്ളതാണ് കേട്ടോ പറയണത്. പിന്നെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ശബരിമലയ്ക്ക് പോകുമ്പം ചെരുപ്പ് ഇടുമോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടും കേട്ടോ, ഇവിടെ ആയിട്ടായിട്ടും ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലവരിങ്ങനെ നേർന്നിട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ചെരുപ്പ് ഇടാതെ പോവുക, അങ്ങനെയൊക്കെ ഓരോ നേർന്ന് പോകണവരുണ്ടാവുമല്ലോ. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ ചെരുപ്പ് ഇടാതെ പോണത്. പിന്നെ ചിലവർ നടന്ന് പോണവരുണ്ടാവും. നടന്ന് മലയ്ക്ക് പോകുമ്പം ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും കാലിനൊരു നടന്നൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെരുപ്പ് ഒഴിവാക്കണത്. അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനറിയില്ല. എന്തായാലും ഐത്താട്ടൻ ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞാനും കൂടി അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേ നേരെ വന്നിട്ട് ഇനിയിപ്പം കുറച്ച് നേരം ആയിട്ടാണ് ഇവിടെ റെസ്റ്റ് എടുക്കും. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ആളിനി പോവുക. അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ആ സമയത്തേക്ക് ഞാനിങ്ങനെ ഒതുക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ആയിട്ടാൻ്റെ അടുത്ത് പോയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ ആയിട്ടാണ് ഇനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ദേ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്, ആളിനി പോകും. അപ്പം ഞാനിനി കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും കേട്ടോ. കാരണം നമുക്ക് കിട്ടുന്ന ഒരു ടൈം ഇപ്പോഴാണല്ലോ. കാരണം വെളുപ്പിന് എണീക്കണമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം, ഈ സമയത്തൊക്കെ നല്ല ഉറക്കം തൂങ്ങിയിട്ടാണ് ഞാൻ നിൽക്കണത്. പെട്ടെന്ന് ഉറക്കം വരും. ഇപ്പോൾ ഇനിയിപ്പം ഇതാണ് അങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.